നാളെ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുമില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എക്സാമിനും ഇടയിൽ ഒറ്റ രാത്രി മാത്രമാണുള്ളത് എന്ന് കരുതുക. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ചാപ്റ്റേഴ്സ് ഫുൾ എങ്ങനെ കവർ ചെയ്യാന്നുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമുക്ക് എക്സാമിൽ വിജയിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം ഉണ്ടാക്കുക. നാം ഏത് വലിയ ടാസ്ക് ഏറ്റെടുക്കുമ്പോഴും ഇങ്ങനെ സ്വയം വിശ്വാസം കൊടുക്കുമ്പോൾ ഏത് കാര്യവും വളരെ എളുപ്പമുള്ളതായിട്ട് നമുക്ക് തോന്നും. അത് എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്തിക്കാനായിട്ട് സഹായിക്കും. സോ കീപ് ബിലീവിങ് ഇൻ യുവർ സെൽഫ്. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് പരീക്ഷയിൽ പാസ്സാകാനുള്ള മാർക്ക് 100% ഉറപ്പാക്കും. കാരണം ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ സബ്ജക്റ്റിലും പാസ്സാകാനുള്ള മാർക്ക് ഉറപ്പാക്കി തരും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മുഴുവൻ ചാപ്റ്ററും ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് നിങ്ങളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒറ്റ രാത്രിയെ നമുക്ക് മുമ്പിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവൻ ചാപ്റ്ററും പഠിക്കാനായിട്ട് റിസ്ക് എടുക്കാതിരിക്കുക. അങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ പഠനത്തെ ചീത്തയായിട്ട് ബാധിക്കും. അതുകൊണ്ട് ചില ടോപ്പിക്സ് ഉപേക്ഷിക്കുക തന്നെ ചെയ്യുക. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളുടെ 40% എങ്കിലും ആ രാത്രിയിൽ കവർ ചെയ്യാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് പറയാനായിട്ടാകൂ. നിങ്ങൾക്ക് ആ 40% കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൽ ഉറപ്പായിട്ടും പാസ്സാകാനാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രി സമയം മുഴുവൻ ഈ 40% കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വിനിയോഗിക്കുക. പിന്നീട് ഒന്നും പ്രധാനമല്ലെന്ന് തോന്നുന്ന ടോപ്പിക്കിലൂടെ 1 മണിക്കൂർ വേഗത്തിലൊന്ന് കണ്ണോടിക്കുക. ഒരുപാട് സമയം ഇതിനായിട്ട് എടുക്കരുത്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു 70% ആ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു അരമണിക്കൂർ ഇത്രയും നേരം പഠിച്ചത് റിവൈസ് ചെയ്യാനായിട്ട് വിനിയോഗിക്കുക. ഈ സമയം പുതിയതൊന്നും പഠിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്.